ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യാനൊക്കെ നമ്മൾ അയച്ചു. ബ്രേക്ക് ലൈനറിൻ്റെ ആയാലും കമ്പനി ലൈനർ കിടക്കണേ. ലൈനർ ഈ തവണയും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അടുത്ത സർവീസിലൊക്കെ നമ്മൾ അഴിക്കുമ്പോൾ മിക്കവാറും മാറ്റേണ്ടി വന്നേക്കും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ ഏകദേശം ഒരു 60% തന്നെ ആയിട്ടുണ്ട്. ഈ തവണ കൂടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഹബിനകത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. ടയറും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബാക്കിലത്തെ. പിന്നെ ചെയിൻ ചെറുതായിട്ട് ലൂസൊക്കെ ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. എൻജിൻ ഓയിൽ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. പിന്നെ നമുക്ക് ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്ക് അത്ര ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ മാസ്റ്റർ യൂണിറ്റിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ലെവൽ വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ലെവലൊക്കെ ഫില്ല് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് പാഡ് സെറ്റ് ഉണ്ട്, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഈ ബൂട്ട് സെറ്റ് നമുക്ക് മാത്രം മാറ്റിയിടാം. ഈ ബ്രേക്കിൻ്റെ കേസിനകത്തൊരു പ്രോബ്ലം ഉണ്ടല്ലോ, മിക്കവാറും നമുക്ക് ഈ സാധനം ചിലപ്പോൾ ഒരു പക്ഷേ ലീക്ക് കാണിക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ബ്രേക്ക് ഫ്ലൂയിഡ് അത്രയും ലെവൽ കുറഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നോലെ ലീക്ക് ഉണ്ടാവണം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ഫ്ലൂയിഡ് കുറയുന്ന സമയത്ത് ഒരു ചെളി പോലുള്ള സംഭവമൊക്കെ അതിനകത്ത് വരലുണ്ട്. അതൊക്കെ അളവ് കുറവായിരുന്നു ഇതിനകത്ത്, അങ്ങനെ കാര്യമായിട്ട് കണ്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ലീക്ക് ഉണ്ടെന്ന് വേണം വിചാരിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്തൊക്കെ തരാം. ലീക്ക് കാണിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ഈ MC മാസ്റ്റർ കിറ്റ് എന്ന് പറയും, അത് നമുക്ക് മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് മാറ്റി വെക്കേണ്ടി വരാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ കാളിപ്പറിൻ്റെ ഈ കാളിപ്പറും കൂടി അഴിച്ച് ഫുള്ള് ഗ്രീസ് ക്ലീൻ ചെയ്ത് അതിൻ്റെ ബ്രാക്കറ്റൊക്കെ ഗ്രീസ് ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ തൽക്കാലം അപ്പോൾ ബ്രേക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ലീക്ക് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. കാരണം നമുക്ക് ഏകദേശം ഒരു 1000-1500 അടുത്ത് നമുക്ക് ചിലവുണ്ട് ഈ സാധനത്തിന് മാത്രം. അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ, അതൊന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. സെൽഫ് എടുക്കാത്ത കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെയാണ്. ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് ഇതുമേ ഇരിക്കുന്നത്. അത് നമ്മൾ തീരെ ചാർജ് കുറവാണ്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ വോൾട്ട് 12 വോൾട്ട് തികച്ചു വന്നില്ല. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും കംപ്ലയിൻസ് ആയിട്ട് കാണിക്കുക, കംപ്ലയിൻറ്റ് പോയ ബാറ്ററി ആണ് കാണിക്കുക. സെൽ ഡാമേജാണ് കാണിക്കുന്നത് ശരിക്കും കേട്ടോ. ഇത് ബാറ്ററി ഇപ്പോൾ 11 വോൾട്ടിനകത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു 6 വോൾട്ടിലേക്കൊക്കെ താഴേക്ക് വരാണ്. ഒരു കാരണവശാലും നമുക്കത് ക്ലിയറായി കിട്ടില്ല. വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്, നല്ല ലൈഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മാറ്റി കളഞ്ഞാലാണ് സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ. ഇപ്പോൾ കാണിക്കുന്നത് കംപ്ലയിൻറ്റ് സെൽഫിൻ്റെ ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആയിക്കോളും. പിന്നെ നമുക്ക് ആ ക്ലച്ചിൻ്റെ കേബിൾ ഔട്ടർ വലിച്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. കാരണം ഇവിടെയൊക്കെ നോക്കുമ്പോഴേലും നല്ല രീതിയിൽ ടൈറ്റ് തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ക്ലച്ച് കേബിളൊന്നും മാറ്റിയിടാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ക്ലച്ച് ലോഡായി കിടന്നോടി നമ്മളറിയില്ല. ഈ ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻറ്റ് വന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് വണ്ടി വലിക്കാണ്ട് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ട്, കൂട്ടത്തിൽ കൂടെ ഇപ്പോൾ തന്നെ കൈയോടെ നമുക്ക് മാറ്റിയിട്ടേക്കാം. അപ്പം നിലവിൽ ബാറ്ററി ക്ലച്ച് കേബിൾ അതേപോലെ തന്നെ ബ്രാക്കറ്റിൻ്റെ ബൂട്ട് എൻജിൻ ഓയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോ അടക്കം വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതായത് നമുക്ക് MC മാസ്റ്റർ കിറ്റിൻ്റെ നമ്മൾ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നില്ല. അത് ലീക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയാൽ മതി. ഇനി അതല്ല കൂട്ടത്തിൽ കൂടെ മാറ്റണമെന്നുണ്ടെങ്കിൽ അത് പറയാം, അതനുസരിച്ച് നമുക്ക് കൈയോടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അതും കൂടി മാറ്റിപ്പോകാം. അതേപോലെ ഹാൻഡിലിൻ്റെ ഈ സൈഡിൽ വന്ന ചെറിയ എൻഡ് ബുഷ്, നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ.